ഇനി മുതൽ ക്രിപ്റ്റോ ഇടപാടുകളെല്ലാം ഇൻകം ടാക്സിന്റെ വലയിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻസ് പല പല സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബാങ്കുകൾ, ചിട്ടി കമ്പനികൾ, നിധി കമ്പനികൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, NBFCകൾ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഇടപാടുകളൊക്കെ ഇതുപോലെയുള്ള റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന പുതിയ ഒരു സെക്ഷൻ പ്രകാരം 285BAA1 എന്നുള്ളൊരു സെക്ഷൻ പ്രകാരം ക്രിപ്റ്റോ ഇടപാടുകളെയും കൂടി ഇങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ അല്ലെങ്കിൽ ഡീലർ ആ ഒരു ഇടപാട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ചിന്തിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കള്ളപ്പണ ഇടപാടുകളാണ് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ടാണ് ഇതുപോലെ പുതിയ ഒരു സെക്ഷൻ കൊണ്ടുവന്നത്.